ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നലെ ഞങ്ങളൊരു റിസപ്ഷന് പോയി, അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തു. കാഞ്ഞങ്ങാട് ബേക്കർ ക്ലബ്ബിലാണ് റിസപ്ഷൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാട്ടുകായയും കാമ്പും കൊണ്ട് നല്ല സ്വാദുള്ളൊരു തോരനാണ് റെഡിയാക്കുന്നത്. നിങ്ങൾ ഇതുപോലെ കായയും കാമ്പും കൊണ്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. കായ മുറിക്കുന്നത്, കായയുടെ തൊലി ഇഷ്ടമില്ലാത്തവർ കായയുടെ തൊലി കളഞ്ഞ് മുറിച്ചെടുക്കണം. ഇഷ്ടമില്ലവർ കായയുടെ തൊലിയോടെ മുറിച്ചെടുക്കുക. കാമ്പും നാരെല്ലാം കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കാമ്പ് മുറിച്ചെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. വറ്റൽമുളകെല്ലാം മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുമ്പം തീ കുറച്ച് വെച്ച് വേണം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ. നല്ലൊരു സ്മെല്ലാണ് കുരുമുളകെല്ലാം മൂത്ത് വരുന്നത്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച കായ ഇട്ട് കൊടുത്ത് കാമ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കാമ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപ്പും ചേർത്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് 1/4 കപ്പ് വെള്ളം മതി. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അധികം കുഴയാതെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്നിളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അടച്ച് വെച്ച് ഇനി ഇത് തുറന്ന് നോക്കാം. കായയും കാമ്പലും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 വെളുത്തുള്ളിയും 5-6 കാന്താരിയും കുറച്ച് തേങ്ങയും കറിവേപ്പിലയും കൂടെ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാന്താരിയെല്ലാം ചതച്ച് ചേർത്ത് കൊടുത്താൽ ആരോഗ്യത്തിന് നല്ലതുമാണ്. വിഷമില്ലാത്ത പച്ചമുളകല്ലാന്നെങ്കിൽ വിഷമുള്ളതാണ്. കാന്താരിക്ക് ഒരു വിഷവുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരൻ റെഡിയായി. കായ കാമ്പെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. നല്ല രുചിയുള്ള കാമ്പ് കായ മിക്സ് തോരൻ റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.